എല്ലാ കൂട്ടുകാർക്കും ഹാൻഡ് ക്രാഫ്റ്റ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു 2x2 റുബിക് ക്യൂബുമായിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബിഗിനേഴ്സ് മെത്തേഡിനുള്ള ഒരു ട്യൂട്ടോറിയലാണ്. ഇത് ക്യൂബ് സോൾവിങ് ഒട്ടും ചെയ്തിട്ടില്ലാത്തവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. നമുക്ക് ആദ്യമായിട്ട് ഈ റുബിക് ക്യൂബിനെ, ഈ 2x2 ക്യൂബിനെ പറ്റിയൊന്ന് പഠിക്കാം. അതായത് ഈ വൈറ്റിന് ഓപ്പോസിറ്റ് എപ്പോഴും യെല്ലോ ആയിരിക്കും, റെഡിന് ഓപ്പോസിറ്റ് എപ്പോഴും ഓറഞ്ച് ആയിരിക്കും, ഓറഞ്ച് കളറായിരിക്കും, ബ്ലൂവിന് ഓപ്പോസിറ്റ് എപ്പോഴും ഗ്രീൻ കളറായിരിക്കും. ഇത് നമ്മൾ 3x3യിലും സെയിം ആണ്. എല്ലാ ക്യൂബിലും ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെ ആയിരിക്കും ഇത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാകെ 8 പീസസേ ഉള്ളൂ. പിന്നെ ഇതിൽ കോർണർ ക്യൂബ്സ് മാത്രമേ ഉള്ളൂ. ഇതിനൊരു സെൻറ്റർ ക്യൂബ് ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കളർ അങ്ങനെയൊന്നും ഇതിനില്ല. പിന്നെ എഡ്ജ് പീസസ് ഇല്ല, സെൻറ്റർ പീസസ് ഇല്ല. അപ്പോൾ 3x3 റുബിക് ക്യൂബ് ആകുമ്പോൾ ഇതിനൊരു സെൻറ്റർ പീസ് ഉണ്ടായിരുന്നു. ഈ സെൻറ്റർ പീസിൻ്റെ കളറിലായിരിക്കും ബാക്കി എല്ലാ കളേഴ്സും വരുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഈ റുബിക് ക്യൂബിൻ്റെ കുറച്ച് നൊട്ടേഷൻസ് ഒന്ന് ഓർത്ത് വെക്കണം. അതായത് നമ്മൾ റൈറ്റ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു പ്രാവശ്യം ഒന്ന് തിരിക്കുന്നതിനെയാണ് ആർ എന്ന് പറയുന്നത്, റൈറ്റ്. ഇനി ആർ ഡാഷ്, ആർ പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇങ്ങനെയാണ്. അതായത് ഇവിടെ ഒരു ക്ലോക്ക് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ ക്ലോക്ക് പോകുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു പ്രാവശ്യം തിരിക്കുന്നതിനാണ് യു എന്ന് പറയുന്നത്. ഇനിയും ഇതാണ് നമ്മുടെ പൊസിഷൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടാണ് യു ഡാഷ് ഇതാണ്. ഇനി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എൽ. ഇനി എൽ ഡാഷ് എങ്ങനെയാണ്? എൽ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡ് ഇതേപോലെ തിരിക്കുമ്പോഴാണ് എൽ ഡാഷ്. ഇനി ഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഡി പ്രൈം. അപ്പോൾ ഇത്രയൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2x2 ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചു വെക്കുക. ഈ ക്യൂബ് സോൾവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ നൊട്ടേഷൻസ് കറക്റ്റായിട്ട് അറിയിരിക്കണം. ഇതിനകത്ത് 2 അൽഗോരിതംസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം. അപ്പോൾ ആദ്യം ഈ നൊട്ടേഷൻസും ഇതിൻ്റെ കളേഴ്സും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ ക്യൂബ് സോൾവിങ്ങിലേക്ക് വരണം. നമുക്ക് ഏത് ക്യൂബ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു വൈറ്റുള്ള ഒരു ക്യൂബാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. നമ്മളെല്ലാവരും വൈറ്റ് വെച്ചിട്ടായിരിക്കുമല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വൈറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. ഈ ക്യൂബാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഈ പീസ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരേണ്ടത് വൈറ്റും ഇവിടെ ഒരു ബ്ലൂ കളറും ആയിരിക്കും വരേണ്ടത്. അപ്പോൾ ആദ്യം എവിടെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ പർട്ടിക്കുലർ പീസാണ് നമുക്കിവിടെ വരേണ്ടത്. അപ്പോൾ നമ്മളത് ഇതിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവെക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് റൈറ്റ് ഇൻവേർട്ടഡ് ആർ ഡാഷ്, ഡി ഡാഷ്, ആർ ഡി, ആർ ഡാഷ്, ഡി ഡാഷ്, ആർ ഡി, ആർ ഡാഷ്, ഡി ഡാഷ്, ആർ ഡി. ഇപ്പോൾ നമ്മുടെ ആ പർട്ടിക്കുലർ ക്യൂബ് കറക്റ്റ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഒരു വൈറ്റ് പീസ് നോക്കാം. ഇതിൽ റെഡാണുള്ളത്. പക്ഷേ ഇവിടെ വരേണ്ടത് നമുക്ക് ഓറഞ്ച് വൈറ്റ് ആണ്. അതിവിടെ തന്നെ കിടപ്പുണ്ട്, പക്ഷേ അത് തിരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ കിടന്നോട്ടെ. നമുക്ക് നമ്മുടെ ഈ അൽഗോരിതം അപ്ലൈ ചെയ്താൽ മതി. ആർ ഡാഷ്, ഡി ഡാഷ്, ആർ ഡി. ഇവിടെ ഒരു വൈറ്റ് വന്നു, പക്ഷേ ഇത് കറക്റ്റ് അല്ല. വീണ്ടും ചെയ്യുക. ആർ ഡാഷ്, ഡി ഡാഷ്, ആർ ഡി. ഇപ്പം നോക്കിയാൽ നമ്മുടെ ആ വൈറ്റും ഓറഞ്ചും കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി തിരിച്ചിങ്ങനെ വെക്കാം. ഈ ടോപ്പ് ലെയർ ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ഈ പീസ്, ഇതാണ് നമുക്കിനി ഇവിടെ വരേണ്ടത്, വൈറ്റ്. ഒരെണ്ണം കൂടിയേ ഉള്ളൂ. വീണ്ടും ഇതേ അൽഗോരിതം തന്നെ അപ്ലൈ ചെയ്യുക. ആർ ഡാഷ്, ഡി ഡാഷ്, ആർ ഡി, 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 ആർ ഡാഷ്, ഡി ഡാഷ്, ആർ ഡി,
ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ഇപ്പോൾ നമ്മുടെ ടോപ്പ് ലെയർ നമ്മുടെ വൈറ്റ് ഫേസ് കംപ്ലീറ്റ് ആയി. കൂടാതെ നമുക്കിത് ഫുള്ള് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വൈറ്റ് പീസിനെ, വൈറ്റ് പാർട്ടിനെ, വൈറ്റ് ഫേസിനെ നമുക്ക് താഴെ പിടിക്കാം. മുകളിൽ നമുക്ക് യെല്ലോ ഉണ്ടോയെന്ന് നോക്കാം. മുകളിലത്തെ ലെയറിൽ നമുക്ക് ഒന്നിനും ഇപ്പോൾ ടോപ്പിൽ യെല്ലോ കിട്ടിയിട്ടില്ല. ഇനി ഇതൊക്കെ കറക്റ്റ് അത് വരേണ്ട പൊസിഷനിലെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പൊസിഷനിലാണ് ഇപ്പോൾ. കാരണം എന്താ, ഇവിടെ യെല്ലോ, റെഡ്, ബ്ലൂ ഒരു പീസാണ് ഇവിടെ കറക്റ്റായിട്ട് വരേണ്ടത്. ഇനി വേറെ ഏതെങ്കിലും കറക്റ്റ് പൊസിഷനിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വേറെ ഒന്നും കറക്റ്റ് പൊസിഷനിലില്ല. അപ്പോൾ ഈ കറക്റ്റ് പൊസിഷനിലുള്ളതിനെ നമ്മൾ നമ്മുടെ റൈറ്റിൽ പിടിച്ചിട്ട് നമ്മൾ ഒരു അൽഗോരിതം ചെയ്യണം. അപ്പോൾ ആ അൽഗോരിതം ഇതാണ്. യു ആർ യു ഡാഷ് എൽ ഡാഷ് യു ആർ ഡാഷ് യു ഡാഷ് എൽ. ഒരു പ്രാവശ്യം കൂടെ ചെയ്യണം. യു ആർ യു ഡാഷ് എൽ ഡാഷ് യു ആർ ഡാഷ് യു ഡാഷ് എൽ. ഇപ്പം നമ്മൾ നോക്കാം ഒന്നും കൂടി എല്ലാം കറക്റ്റ് പൊസിഷനിലായിട്ടുണ്ടോയെന്ന്. ഇത് കറക്റ്റ് പൊസിഷനിലല്ല, ഇതും കറക്റ്റ് പൊസിഷനിലല്ല, ഇതും കറക്റ്റ് പൊസിഷനിലല്ല. ഇപ്പോൾ ഇത് മാത്രമേ കറക്റ്റ് പൊസിഷനിലുള്ളൂ. വീണ്ടും നമ്മൾ ഒന്നും കൂടി ഈ അൽഗോരിതം ചെയ്യാം. യു ആർ യു ഡാഷ് എൽ ഡാഷ് യു ആർ ഡാഷ് യു ഡാഷ് എൽ. കറക്റ്റ് പൊസിഷനിൽ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ചെയ്യാം. യു ആർ യു ഡാഷ് എൽ ഡാഷ് യു ആർ ഡാഷ് യു ഡാഷ് എൽ. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ രണ്ടെണ്ണം കറക്റ്റാണ്. ഇത് കറക്റ്റ് പൊസിഷനാണ്. കാരണം എന്താ, ഇവിടെ യെല്ലോ, ഗ്രീൻ, റെഡ് ഇതും കറക്റ്റ് പൊസിഷനാണ്. പക്ഷേ ഇതൊന്ന് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിനെ കറക്റ്റ് ആക്കണം. അപ്പോൾ നമ്മൾ മുകളിൽ 2 യെല്ലോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്കിനി ഈ 2 എണ്ണത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു അൽഗോരിതം, നമ്മുടെ ആദ്യത്തെ സെയിം അൽഗോരിതം തന്നെ, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, അത് നമ്മൾ ചെയ്യാം. അതൊരു 4-5 തവണയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. കിട്ടുന്നിടം വരെ ചെയ്യാം. അതായത് ഇവിടെ ഒരു യെല്ലോ വരുന്നിടം വരെ ചെയ്യാം. ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി 2 പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടി. ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ പിടിക്കുക. എന്നിട്ട് ഈ ടോപ്പ് ലെയർ ഒന്ന് മാറ്റി വെക്കുക. അതായത് നമ്മൾ എന്താ ചെയ്തത്, ഒരു യു ആണ് ചെയ്തത്, അങ്ങനെ മാറ്റി വെച്ചു. ഇനി ഇതാണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ എന്താ ചെയ്യുക, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ഇപ്പോൾ നമ്മുടെ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. വളരെ എളുപ്പം തന്നെ നമ്മുടെ ക്യൂബ് സോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണേഴ്സ് കറക്റ്റ് ചെയ്യുന്നത് നമ്മൾ ചിലപ്പോൾ കുറച്ച് അധിക സമയം അത് ചെയ്യേണ്ടി വരും, ആ അൽഗോരിതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2x2 ക്യൂബിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.